ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഫുള്ള് 2-3 ദിവസമായി മഴ തുടങ്ങിയിട്ട്. അപ്പോൾ രാവിലെ എണീക്കാനേ തോന്നുന്നില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ഒരുമാതിരി മൂടൗട്ടായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മോനും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. മോന് അച്ചാച്ചൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് അവൻ ഇന്ന് സ്കൂളിൽ പോകുന്നത്. എന്തോ ആകെ വല്ലാത്തൊരു വിഷമമായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം. ഒരു ദിവസം എനിക്ക് ഈ പിള്ളേരെ കണ്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ അവസ്ഥ. എനിക്ക് വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റപ്പം മഴ ഇങ്ങനെ ചാർന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് തോന്നിയ സമയത്താണെങ്കിൽ ഞാൻ തുണിയെല്ലാം കൂടെ കഴുകിയിട്ട് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം നമ്മുടെ പള്ളിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തുണിയെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് ആ സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കഴുകി അങ്ങ് ഇട്ട് ശേഷം വന്നിട്ട് പിന്നെയും ബോറടിച്ച് ഒരുമാതിരി ഇരിക്കുകയാണ്. എന്തോ മോനില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു എനിക്ക്. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അതാണ്ട് മഴ പെയ്തപ്പോൾ ഞാൻ പിന്നെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് മേലിൽ കൊണ്ടുവന്ന് ഇടക്കാണ്ട് കുറേ ഞങ്ങൾ മണ്ടേ കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം കൂടെ കുറേ താഴെയിട്ട് എല്ലാം കൂടെ മേളിയുള്ള സ്ഥലമില്ലായിരുന്നു, ഉള്ളതനുസരിച്ച് എല്ലായിടത്തും ഇട്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം അങ്ങ് താഴെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് എന്തായാലും കുഞ്ഞു ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് വേഗം, അല്ലാണെങ്കിൽ അവൾ ഉണർന്നിരിക്കുവാണെങ്കിൽ അവൾ കിടന്ന് കഴിയും. പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വേഗത്തിൽ കൊണ്ടുപോയി തുണിയെല്ലാം ഇട്ടിട്ട് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം അക്കരേനെ നല്ല മഴയൊക്കെ ഇങ്ങനെ ഊന്ന് വരുന്നുണ്ട്. അതും കണ്ട് കുറേ നേരം അവിടെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും നല്ല വെയിലായിരിക്കുന്നു. വെയിലല്ല ഗൈസ്, മഴ വരുന്നതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് മഴ പെയ്യുമോ എന്നുള്ളത്. പക്ഷേ വെറുതെ മഴ നമ്മളെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മഴ ഇല്ല സൗണ്ട് വെക്കുമ്പോൾ നമ്മൾ ഓടിപ്പാഞ്ഞ് പോയി തുണിയെല്ലാം എടുത്തുകൊണ്ട് വരില്ല, അതുപോലെ ഞാനും പോയി തുണി എടുത്തുകൊണ്ട് വന്ന് മഴ പെയ്തില്ല. അവൻ എന്നെ പറ്റിച്ച് ഓടിപ്പോയി തുണി മറക്കിക്കൊണ്ട് എടുത്തെല്ലാം വിരിച്ചിട്ട് ശേഷം താണ്ട നിൽക്കുന്ന ഒരു കുഴപ്പവും ഇല്ല. അപ്പം എന്നെ ഇങ്ങനെ ഓടിക്കാനാണോ മഴ നിൻ്റെ ഉദ്ദേശം എന്നെനിക്ക് തോന്നലായിപ്പോയി. അത് കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് ചോറ് വെച്ചെങ്കിൽ എനിക്ക് കഴിക്കാനൊന്നും ഒരു മൂടും ഇല്ലായിരുന്നു. എന്തോ കുഞ്ഞ് കൂടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒരാളുണ്ട്, ഒരാൾ കൂടെ ഇല്ല. അപ്പോൾ അവൻ സ്കൂളിൽ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നാലും അവനെ കാണാത്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിഷമമായിട്ട് ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ വല്ലാതെ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം എന്താണ്ട് മോൾ എണീറ്റ് അവൾക്ക് പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളോരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഉറക്കൊണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ആഹാരം അതൊക്കെ കൊടുത്ത് നാളെ ഉഷാറായപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്ത് വന്ന് കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവളോട്ട് കളിച്ചിരുന്ന് പിന്നെ ബുക്കിൽ ഓരോന്ന് കാണിച്ചു കൊടുക്കും. പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടം കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ പടം കാണിച്ചപ്പോൾ അവൾ ഇതാണ് ക്യാറ്റ് എന്നൊക്കെ പറയും. ക്യാറ്റ് എന്നല്ല, പൂച്ച എന്നാണ് അവൾ പറയാറ്. അങ്ങനെ അതും കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് കണ്ടപ്പോൾ കറക്റ്റായിട്ട് അവൾ ഫിഷ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോന്നും കാണിച്ചു കൊടുത്തു. കുറേ നേരം അങ്ങനെ കുറച്ച് നേരം നമുക്ക് കുഞ്ഞുങ്ങളെ എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് നേരം എന്തെങ്കിലും 2 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും പഠിക്കണ്ടായോ. ശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ കുളിച്ചിട്ട് വന്നപ്പോൾ ഇച്ചായം വന്നപ്പോൾ ഞങ്ങൾക്ക് എത്തിക്കാൻ പോകാൻ ചെന്നപ്പോൾ ഞാൻ നല്ല കാര്യമായിട്ടിരുന്ന് കഴിക്കുകയാണ്. കാരണം എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കാതെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പം കുഞ്ഞിന് വേണ്ട കാലി കൂട്ടക്സ് ഇടണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ കാലി കൂട്ടക്സൊക്കെ ഇട്ട് കൊടുത്ത് ചുന്ദരിയായി. അവളെന്നെ കാണിക്കുക, അമ്മ കൊള്ളാവോ, ചുന്ദരിയായോ എന്നും പറഞ്ഞിട്ട് ഞാനതൊക്കെ ചെയ്തതിന് ശേഷം താണ്ട അവൾ എന്നോട് എന്തോ ഒന്ന് കുശലം പറയുവാണ്. കുശലം പറഞ്ഞതെന്ന് വെച്ചാൽ കാലിൽ കൂട്ടസിട്ടേണ്ട കാര്യമൊക്കെ പറയാണ്. അതിനുശേഷം ഒന്ന് സുന്ദരിയാവാമെന്ന് കരുതി ആകെ ബോറായിട്ടിരുന്ന് കുളിച്ചൊടുങ്ങി വന്നപ്പോൾ ഒന്ന് സുന്ദരിയാവെന്ന് കരുതിയിട്ട് ഞാൻ നേരെ കമ്മലൊക്കെ ഇട്ട് പിന്നെ കണ്ണെഴുതുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലിപ് ബാം ഉണ്ടല്ലോ അതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് പോയി മോനെ വിളിച്ചുകൊണ്ട് വരാം എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ ഒരുങ്ങാനായിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മലിടുന്നതൊക്കെ ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാം ഇന്നലെ പോയിട്ട് വന്നപ്പോൾ ഊരി വെച്ചിട്ട് വന്നതാണ്. നമ്മുടെ ഹിമാലയത്തിൻ്റെ കൺമഷിയാണിത് ഇടുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ല, സിമ്പിളായിട്ട് ഇടാൻ പറ്റില്ല. മറ്റേതുപോലെ കയ്യിലൊന്നും പറ്റിച്ചിടാതെ വേഗത്തിൽ നമുക്ക് ഇടാൻ പറ്റുമല്ലോ. ശേഷം ഞാൻ ഹിമാലയയുടെ തന്നെ ബേബി ക്രീമാണ് ഇടുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ സാധനം. അത് ലിപ് ബാം അതെല്ലാം ഇട്ടപ്പോഴത്തേനും മുഖത്തിനൊരു ഐശ്വര്യമോ സൗന്ദര്യമൊക്കെ വന്നതുപോലെ. ആകെ ഒരു ഒളിച്ചണക്കായിരുന്നു മോന്തെല്ലാം ഇരുന്നത്. ഇപ്പം കുറച്ച് സൗന്ദര്യം വന്നതുപോലെ തോന്നുന്നു. എന്നാ പറയുക. പക്ഷേ ഇത് ഒഴിവാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചുണ്ടിന് ലിപ് ബാം ഇടുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിനൊക്കെ ഒരു വരൾച്ചയൊക്കെ ഉണ്ടെങ്കിൽ ലിപ് ബാമൊക്കെ ഇടുന്നത് കുറേയേറെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ടൊന്ന് സുന്ദരിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരുക്കങ്ങൾ. ഇതെല്ലാം ഒഴുങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ ഇറങ്ങാൻ പോവാന്ന് മോനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ അവൻ്റെ ട്യൂഷനെല്ലാം കണക്കായിരുന്നു. ട്യൂഷനൊന്നും പോയിട്ടില്ല. ഇന്ന് വൈകുന്നേരം അമ്മച്ചിയുടെ അടുത്തോട്ടാണ് പോയതുകൊണ്ട്, അച്ഛൻ്റെ അമ്മച്ചിയുടെ മമ്മിയുടെ അടുത്താണ് പോയതുകൊണ്ട് ഞങ്ങളിനി അവനെ വിളിക്കാൻ വേണ്ടി അവിടെ പോകണം. അവിടെ നിന്ന് വിളിച്ചിട്ട് വേണം അവനെ തിരിച്ചു കൊണ്ടുവരാൻ. അത് എന്തെങ്കിലും പറയാനൊന്നും വരത്തില്ല, എന്തെങ്കിലുമൊക്കെ അവർ വാങ്ങിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് സർപ്രൈസ് ആക്കണം. അങ്ങനെ അവനെ പോയി വിളിക്കാനൊക്കെ അങ്ങോട്ട് പോവാണ്.
ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും അവനവിടെ വീട്ടിലില്ല. അവൻ തൊട്ട് താഴത്തെ വീട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ ടി വി ഉണ്ടായതുകൊണ്ട് അവൻ ടി വി കാണാൻ പറ്റുന്നത്. നിൽക്കുന്നു യെല്ലോ ബനിയനിട്ട് നമ്മുടെ മോന്. എന്നെ കണ്ട ആളെ വിളിച്ചപ്പോഴേ ഓടി ഇറങ്ങി വന്ന്. അത് താഴത്തെ വീട്ടിൽ നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവൻ ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, വാ നമുക്ക് പോകണ്ടായോ, വീട്ടിൽ പോകണ്ടായോ, നീ ട്യൂഷന് പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇടയിലാണ് ബാബ ഇവിടെ നിന്നുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവന് തലവേദന എടുക്കുന്നതൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അവന് സാരില്ല, പോകണം, നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചിയും മക്കളും കൂടെ സ്നേഹമായി. ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്താ മമ്മി എനിക്ക് വാങ്ങിച്ചു തരുന്ന, കഴിക്കാൻ എന്താ വാങ്ങിച്ചു തരുന്നത്? നേരെ ഞങ്ങൾ അവനെ കൊണ്ട് ടൗണിൽ പോയിട്ട് അവൻ എപ്പോഴും പറയുന്നൊരു സാധനമാണ് സോഡ നാരങ്ങ വെള്ളം. അങ്ങനെ അവസാനം അപ്പച്ചനെ കണ്ട് അച്ചാച്ചൻ്റെ പപ്പായെ കണ്ടപ്പം പപ്പായാണ് അവന് സോഡ നാരങ്ങ വെള്ളം എല്ലാം വാങ്ങിച്ചു കൊടുത്തത്. സോഡ നാരങ്ങ വെള്ളം അവന് ലഡുവും വാങ്ങിച്ചു കൊടുത്ത്. അവിടെ നിന്ന് പിന്നെ കഴിച്ച് സമാധാനമായിട്ട് ഞങ്ങൾ ഇറങ്ങുവാന്ന് വിചാരിച്ച് അച്ചാച്ചനും പപ്പയും ചായ കുടിച്ചു. എനിക്ക് ചായ വേണ്ടായിരുന്നു. ഞാൻ പിന്നെ അവൻ സോഡ നാരങ്ങ കുടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കുടിച്ചത്. പുളിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പുളിയാണ് കൂട്ടുകാരേ. എനിക്ക് ഒട്ടും പറ്റിയില്ല, അവനും പറ്റിയില്ല. തീരെ പുളിയെന്ന് പറഞ്ഞാൽ കുടിച്ചാൽ വായി ഇറക്കാൻ പറ്റുന്നില്ല, നല്ല പുളിയായിരുന്നു. അവനും കഴിച്ചില്ല. അവസാനം താണ്ട ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ടാറ്റാ ബൈ ബൈ.